ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇന്ന് എൻ്റെ മോൾ ഹൈസിൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് നോക്കാം. നൈറ്റ് വരെ അല്ല കേട്ടോ, അതായത് ഒരു 3-4 മണി വരെയൊക്കെ അവൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു മോർണിംഗ് ആണ്. ഒരു 9:30-10 മണിയാവും കേട്ടോ. രാവിലെ ഒരു 7 മണി കഴിഞ്ഞതിന് ശേഷം അവൾ പാലും കുടിച്ച് ഉറങ്ങിയതിന് ശേഷം ഒരു 10 മണിക്കകത്ത് വീണ്ടും അവൾ എണീക്കും. എണീറ്റാൽ നേരെ കണ്ണാടിയിലോട്ടാണ് കേട്ടോ നോക്കുന്നത്. അതായത് ഈ ഒരു സ്പിന്നിങ് ഉണ്ടല്ലോ, ഇതിങ്ങനെ മിററിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കും. എല്ലാ ദിവസവും അവളെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ അവൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് നോക്കി അത് ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അവളിങ്ങനെ കാണിക്കും കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഓണി ഇങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഈ ഒരു സ്പിന്നിങ് എല്ലാ കുഞ്ഞുമക്കൾക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ അതിന് ശേഷം പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ വൈറ്റമിൻ D3 ഡ്രോപ്സ് ഉണ്ട്. നമുക്ക് 1 വയസ്സ് വരെ എല്ലാ ബേബീസിനും കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഫില്ലർ മുഴുവൻ എടുത്തിട്ടുണ്ട്. 1 ആണ് കൊടുക്കാനുള്ളത് കേട്ടോ. കുടിക്കാൻ ആൾ ഇത്തിരി മടിയാണ്, എങ്കിലും എങ്ങനെയോ ഇന്ന് കുടിച്ചു, കുഴപ്പമില്ലാതെ ആള് കുടിച്ചു. അപ്പോൾ വൈറ്റമിൻ D3 എല്ലാ ബേബീസിനും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് കുടിക്കാനായിട്ട് പാടാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ വെച്ച് പിടിച്ച് കൊടുത്തു കുടിച്ച് തീർത്തു. അപ്പം ഫീഡിങ്ങിന് ശേഷം മാത്രമേ വൈറ്റമിൻ D3 കൊടുക്കാവുള്ളൂ എല്ലാ ബേബീസിനും. അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഫീഡിങ് കഴിയാണ്ട് മാത്രം, അല്ലാതെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ഇത് കൊടുക്കരുത്. അല്ലെങ്കിൽ ഇത് നമ്മുടെ കൊച്ചുങ്ങളുടെ ബോഡിയിൽ ഇത് എഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുക്കാതെ എന്താണ് നമ്മൾ ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം ജസ്റ്റ് അവളോട് കുറച്ചു നേരം നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു 5-5.25 മാസമായി കേട്ടോ. പക്ഷേ ഇപ്പം മോൾ അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. ഒരു പൂച്ച ഉറക്കമാണ് അവൾ ഉറങ്ങുന്നത്. 5-10 മിനിറ്റ് ഉറങ്ങിയിട്ട് വീണ്ടും എണീക്കും, കരയും, വീണ്ടും ഉറങ്ങാനായിട്ട് പോവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള റൊട്ടീൻ. ഇപ്പോൾ ഒരു 5.25 മന്തായ കേട്ടോ. പിന്നെ ഇതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി പെരും മഴയായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ അവൾക്ക് കാണാനും എല്ലാത്തിനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തോട്ട് കൊണ്ട് നടക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പം കട്ടിലിൽ കിടക്കൂല, ഒരു നേരവും കട്ടിലിൽ കിടക്കത്തില്ല. എത്തിക്കഴിഞ്ഞപ്പോൾ ഇക്ക വിളിച്ചായിരുന്നു. അങ്ങനെ ഇക്ക ഇങ്ങനെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ രാവിലത്തെ ടൈം ആയതുകൊണ്ട് ആശാത്തി വലിയ മൂഡില്ലായിരുന്നു. അതാണ് ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ജസ്റ്റ് അവളുടെ ടോയ്സൊക്കെ ഒന്ന് വെച്ചിട്ട് അവളെ ഒന്ന് കളിക്കാനായിട്ട് ഇരുത്തി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ടമ്മി ടൈം ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ആശാത്തി കിടക്കൂല, വീണ്ടും കരഞ്ഞു. ഒരു 11 മണി 11:30 ആയ കേട്ടോ. അപ്പം ഉറക്കത്തിനുള്ള കരച്ചിലായിരുന്നു ആ കിടന്ന് കരഞ്ഞത്. അങ്ങനെ ഇതാ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മോള് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഉറങ്ങും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഉറക്കമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും എണീക്കും. ഇതാണ് ഡെയിലി നടക്കുന്നത്, അതായത് പൂച്ച ഉറക്കം. പിന്നെ അതാ നോക്കിയപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നൈസിന് ഇങ്ങനെ പയ്യെ എണീറ്റു. പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നപ്പം ആശാത്തി എണീറ്റുണ്ട്. അതാ കളിയും ചിരിയായിട്ടൊക്കെ എണീറ്റു. ഇനി അവളുടെ കുറച്ച് നേരം ഇനി അടുത്ത പ്ലേ ടൈമാണ്. അങ്ങനെ ഞാൻ വീണ്ടും എടുത്തു. മോളെ എടുത്തിട്ട് ഇങ്ങനെ ഇരുത്തേക്കുവാണ്. ഇനി അവൾക്ക് ഫീഡ് ചെയ്യണം. അപ്പോൾ ഫീഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇനി കുളിപ്പിക്കാനുള്ള ഇതാണ്. അപ്പം ഇനി നമുക്കൊരു കുളി പാസ്സേക്കാൻ പോവുകയാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഞാൻ തേക്കുന്ന ഓയിലെന്ന് പറഞ്ഞാൽ നാൽപ്പാമരാതി ഓയിലും തേക്കും, അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും തേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുളി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ആദ്യമേ ഞാൻ തലയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫേസിൽ വലുതിപ്പം അങ്ങനെ ഇടാറില്ല. ഇപ്പം ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നൊന്ന് താഴോട്ട് ആയതാണ് കേട്ടോ. അപ്പം നോർമലി ഞാൻ തലയിൽ പച്ച വെളിച്ചെണ്ണ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ബോഡിയിലും നാൽപ്പാമരാതി ഓയിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും പച്ച വെളിച്ചെണ്ണയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് ഓയിൽ മസാജ് ചെയ്ത് കിടത്തും. കുറച്ച് നേരം അവളെ ലെഗും അതുപോലെ തന്നെ ഹാൻഡും അതുപോലെ സ്റ്റൊമക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കും. പിന്നെ മോളുടെ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുളിച്ചതിൻ്റെ സന്തോഷത്തിൽ മോള് കിടക്കണം. അപ്പം സ്നഗ്ഗി ഇട്ട് കൊടുത്തു. പിന്നെ റാഷ് ക്രീം എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. റാഷ് ക്രീം യൂസ് ചെയ്തിട്ടാണ് സ്നഗ്ഗി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവൾ ടോയ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കളിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അതും നോക്കിയിരിക്കുവാണ് കേട്ടോ.
ഇനി മോൾക്ക് ലോഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സെബാമുഡിൻ്റെ ലോഷനാണ് കേട്ടോ. അടിപൊളി ലോഷനാണ്. അവൾ അന്ന് തൊട്ട്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വന്നതിൻ്റെ അന്ന് വരെ സെബാമുഡിൻ്റെ ലോഷൻ തന്നെയാണ് നമ്മളെ ബോഡിയിലും അതുപോലെ തന്നെ ഫുൾ ബോഡി ചെയ്ത് കൊടുക്കുന്നത്. ഫേസിൽ ലോഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇതാ ഫുൾ ലെഗിലും ഹാൻഡിലും അതുപോലെ തന്നെ ഇയറിലും എല്ലാത്തിലും ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. ഡ്രസ്സ് ഒരു വയലറ്റ് ആയിരുന്നു എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു ഹെയർ ബാൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ആ ടോയ് എടുത്ത് ഡ്രസ്സും ഇട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഞാൻ ആ ഹെയർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ സുന്ദരി കുട്ടി ആയിട്ടുണ്ട് എൻ്റെ സുന്ദരി. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഹെയർ ബാൻഡ് വെക്കുന്നതിന് മുന്നേ തല കൂതണമായിരുന്നു. അങ്ങനെ വീണ്ടും മാറ്റിയിട്ട് തല കൂതിയിട്ടായിരുന്നു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോളുടെ കുളി കഴിഞ്ഞിട്ടുള്ള ഗ്രൂം കണ്ടാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ അവളുടെ ടോയ് വെച്ചിട്ട് അവൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്നതും ഫോണിൻ്റെ ക്യാമറയുടെ ബാക്ക് സൈഡ് നോക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കത്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ അതിന് ശേഷം വീണ്ടും അവളിങ്ങനെ കിടന്ന് ഞാൻ എടുത്തപ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഇത് കാണിച്ചു. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി സ്പിന്നിങ് ഒന്ന് കറക്കുന്നുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് കാർഡിലാണ് കേട്ടോ. ഇതിൽ അവൾക്ക് ഊഞ്ഞാലിൽ ആട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു 3-4 മാസം വരെയൊക്കെ ഇതിൽ കിടക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എപ്പോഴെങ്കിലും കിടക്കാൻ നേരത്തോ ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു ടൈമിൽ ഇവർക്ക് ഇതുപോലെ ഒന്ന് കളിക്കാനായിട്ട് കിടത്തും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആടും. അപ്പോൾ അറിയാമല്ലോ ഓട്ടോമാറ്റിക് ആടിൻ്റെ അത്. പിന്നെ അതിന് ശേഷം പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.